Thank you very much for this warm welcome. ഊഷ്മളമായ ഈ സ്വാഗതത്തിന് പ്രത്യേക നന്ദി. The subject before us today is the challenges facing Christians in India today. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇന്ന് ഭാരതത്തിൽ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളതാണ്. There are obviously lots of challenges and they are different in different parts of India, but I want to focus our attention on one major issue. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന വിവിധ നിലകളിലുള്ള വെല്ലുവിളികളുണ്ട് എന്ന് വരികിലും ഒരു പ്രത്യേക മേഖലയിലേക്ക് നമ്മുടെ മുൻപിലുള്ള സമയത്ത് വിരൽ ചൂണ്ടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Jesus is standing before Pilate, who is trying Jesus in John chapter 18. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ന്യായവിസ്താരത്തിൽ പീലാത്തോസിന്റെ മുൻപിലായിരിക്കുന്ന യേശുവിനെ നാം കാണുന്നു. The people who are accusing Jesus want him crucified. യേശുവിനെ നേരെ കുറ്റാരോപണവുമായി മുന്നോട്ട് വന്ന മത നേതാക്കന്മാരും മറ്റെല്ലാവരും അവന്റെ നേരെ വിരൽ ചൂണ്ടുകയാണ്. The central charge is that Jesus is claiming to be the king. അവനെതിരെയുള്ള ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഈ നസ്രയനായിരിക്കുന്ന യേശു സ്വയം രാജാവാണ് എന്ന് അവകാശപ്പെടുന്നു എന്നുള്ളതാണ്. He is claiming to be the Messiah, a king anointed by God. യഹൂദന്മാർ നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ദൈവം അഭിഷേകം ചെയ്ത മശിഹയാണ് എന്നാണ് ഈ തച്ചന്റെ മകൻ അവകാശപ്പെടുന്നത്. ഇതായിരുന്നു പ്രധാന ആരോപണം. Well, that's your theological problem, Pilate tries to say. ന്യായാസനത്തിൽ ഇരുന്ന പീലാത്തോസ് യഹൂദ ജനതയോട് നേതാക്കന്മാരോട് പറയുകയാണ്, ആ രണ്ടാമതിപ്പോൾ സൂചിപ്പിച്ച കാര്യം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളുക. നിങ്ങളുടെ ന്യായപ്രമാണത്തിലാണ് മശിഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. You have to decide whether he is the Messiah or not. അതുകൊണ്ട് നിങ്ങളുടെ ലഭിച്ച പ്രമാണം അനുസരിച്ച് അവൻ മശിഹയാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീർച്ചപ്പെടുത്തിക്കൊള്ളുക. They say, no, we have one king, Caesar, and if he is claiming to be the king, he is a threat to your kingdom, to your position. എന്നാൽ അവര് ഏക സ്വരത്തിൽ പറഞ്ഞു, അങ്ങനെയല്ല പീലാത്തോസേ, ഞങ്ങൾക്ക് ഒരു രാജാവേ ഉള്ളൂ, അത് കൈസറാണ്. So much of the trial is revolving around this question, are you the king? അതുകൊണ്ട് യേശുവിൻ്റെ ന്യായവിസ്താരം മിക്കവാറും എല്ലാം തന്നെ ഈ ഒരു ചോദ്യത്തിലാണ് ചുറ്റിത്തിരിയുന്നത്, നീ യഥാർത്ഥത്തിൽ രാജാവാണോ? Are you a political threat? നീ കൈസർക്ക് അല്ലെങ്കിൽ കൈസറുടെ പ്രതിനിധിയായിരിക്കുന്ന പീലാത്തോസിന് രാഷ്ട്രീയമായ ഒരു ഭീഷണിയാണോ? So Pilate says to him in verse 37 of John 18, so are you a king? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ പീലാത്തോസ് അവനോട് ചോദിക്കുകയാണ്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ? Jesus answered, you say that I am a king. യേശുവിന്റെ മറുപടി, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. For this purpose I was born, and for this purpose I have come into the world, to bear witness to the truth. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായിട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. യേശുവിന്റെ മറുപടി, everyone who is of the truth listens to me, to my voice. സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് യേശു ഉത്തരം പറഞ്ഞു. Pilate said to him, what is truth? പീലാത്തോസ് ഈ വാക്കുകളുടെ മുൻപാകെ ഇങ്ങനെ മൊഴിഞ്ഞു, സത്യം എന്നാൽ എന്താണ്? After he had said this, he went back outside to the Jews. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ പുറത്ത് യഹൂദന്മാരുടെ അടുക്കൽ ചെന്നു and told them, I find no guilt in him. പീലാത്തോസ് പറഞ്ഞു, വളരെ നേരം കൊണ്ട് ഞാൻ അവനെ ചോദ്യം ചെയ്തിട്ടും വിസ്തരിച്ചിട്ടും അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. So we'll discuss this question of the challenge facing Christians today around this understanding of Jesus' trial. യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താരത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ മാതൃദേശത്ത് ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. We are standing before Pilate. The Indian church is standing before Pilate. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നാമും ഇന്ത്യയിലെ ഭരണാധികാരികളുടെ മുൻപാകെ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ യേശുവിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ നാമും വിസ്താരത്തിലാണ്. And the governor is asking, are you a political threat to us? പീലാത്തോസ് അന്ന് ചോദിച്ചതുപോലെ നമ്മോടും ഇന്നത്തെ ഭരണാധികാരികൾ വാക്കും ഭാഷണവും കൂടാതെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, രാഷ്ട്രീയമായി നിങ്ങൾ ഈ രാജ്യത്തിന് ഒരു ഭീഷണിയാണ്. If you are a political threat, I will eliminate you.
നിങ്ങൾ ഈ രാജ്യത്തിന് രാഷ്ട്രീയമായ നിലയിൽ ഒരു ഭീഷണിയാണെങ്കിൽ ക്രൈസ്തവരോടുള്ള ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ നിങ്ങളെ ഉന്മൂലനാശം വരുത്തുവാൻ ഞങ്ങൾ And തീരുമാനിച്ചിരിക്കുന്നു. Jesus is responding that for this purpose I was born, for this reason I came into this world, to bear witness to the truth. യേശു പറഞ്ഞ മറുപടി നാം ഓർത്തിരിക്കണം. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക് വന്നത്. സത്യതൽപരനായവൻ ആരൊക്കെയുണ്ടോ അവരൊക്കെ എൻ്റെ വാക്ക് കേൾക്കും. Well, it's obviously a complex subject, so let's pray asking the Lord for his help. സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമാണ് നാം പരിമിതമായ സമയത്തിനുള്ളിൽ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സർവശക്തനും ജ്ഞാനിയുമായിരിക്കുന്ന കർത്താവിനോട് അവന്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you for the promise that where two or three are gathered together in your name, there is Jesus in the midst of them. പിതാവേ, 2-3 പേർ അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വെളിപ്പെടാമെന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Lord, thank you that you are here in our midst. കർത്താവേ, അങ്ങനെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉള്ളതിനാൽ നന്ദി. We pray that you will speak to us. അവിടുന്ന് ഞങ്ങളോട് ഈ സായസന്ധ്യയിൽ സംസാരിക്കും എന്നുള്ളതിന് ഞങ്ങൾ നന്ദി We പറയുന്നു. pray that you will speak to our nation. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ രാഷ്ട്രത്തോട് അവിടുന്ന് You will സംസാരിക്കണമേ. explain the purpose of your coming. അവിടുത്തെ ഭൂമിയിലേക്കുള്ള ഒന്നാമത്തെ വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഞങ്ങളുടെ അധികാരികളോട് അങ്ങ് You will സംസാരിക്കണമേ. explain the purpose why you created the church. സഭയെ ഭൂമിയിൽ അങ്ങ് ആക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞങ്ങളുടെ ഭരണാധികാരികളോട് അങ്ങ് വെളിപ്പെടുത്തണമേ. Lord, we pray that we will see you more clearly today. ഇന്ന് അല്പം കൂടെ വ്യക്തതയോടെ അങ്ങേ കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് And we പ്രാർത്ഥിക്കുന്നു. pray, Father, that our nation will see you and will understand who you are. പിതാവേ, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ രാഷ്ട്രത്തിലുള്ള ഞങ്ങളുടെ മറ്റെല്ലാ സ്നേഹിതരും അങ്ങേ വ്യക്തമായി അങ്ങയുടെ ഉദ്ദേശം നിവൃത്തി കാണുവാനിടയാക്കണം. We ask this in Jesus' name. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു പിതാവേ. Amen. ആമേൻ. I'm a professor in Allahabad in a deemed university. അലഹബാദിലുള്ളതായിരിക്കുന്ന ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് ഞാൻ. The Lord began to bless us. Our university was very corrupt, was being looted by Christians and mafias. ക്രിസ്ത്യാനികളെന്ന് പേരുള്ളവരും കൊള്ളക്കാരും ഒരുപാട് സമ്പത്ത് കൊള്ളയടിച്ചതായിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ അധ്യാപക വൃത്തി ചെയ്യുന്നത്. But the leadership of our institution humbled itself before God and began seeking him. എന്നാൽ ആ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തുള്ള വ്യക്തികൾ ക്രിസ്ത്യാനികളായതിനാൽ അവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവമുഖം അന്വേഷിക്കാൻ തുടങ്ങി. And the Lord began to change the university. ആ സർവകലാശാലയുടെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. The Holy Spirit began to bring people from all over. എല്ലാ ഇടങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് ആ സർവകലാശാലയിൽ വിവിധ നിലകളിൽ ആളുകളെ കൊണ്ടുവരാൻ തുടങ്ങി. Tens of thousands of people would come on Sunday morning. ആയിരക്കണക്കിന് ആളുകൾ ഞായറാഴ്ച രാവിലെ പ്രഭാതത്തില് ആരാധനയ്ക്കായി വരുന്നു. Hundreds of people would testify that the Lord had healed them. അനേകര് ദൈവത്തിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യങ്ങൾ പറയുന്നത് He കേൾക്കാനിടയായി. had delivered them from evil spirits and other problems. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചതിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ അന്തരീക്ഷം മുഖരിതമായി. So the university has baptized about 100,000 or 1 lakh people. ആ ഡീംഡ് യൂണിവേഴ്സിറ്റി ഏതാണ്ട് 1,00,000 പേരെ കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ ജലസ്നാനത്തിലേക്ക് നടത്തുവാനിടയായി. Every week we baptize 10-20 people. എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ ഏതാണ്ട് 10-20 പേരെ ശരാശരി അവിടെ ജലസ്നാനം, വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നുണ്ട്. So some people are upset as they were upset at Jesus. യേശു ഭൂമിയിലായിരുന്നപ്പോൾ പലരും അവന്റെ ശുശ്രൂഷയില് പ്രകോപിതരായതുപോലെ ഇപ്പോൾ പലരും മനസ്സിൽ ബുദ്ധിമുട്ടുള്ളവരാണ്. Just less than 2 weeks ago, a group of 40-50 people came to attack the university. ഏതാണ്ട് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഏതാണ്ട് 40-50 പേര് വരുന്നതായിരിക്കുന്ന ഒരു കൂട്ടം വന്നിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ അക്രമാസക്തരായി വന്ന് നാശം ചെയ്യാൻ തുടങ്ങി. This is public knowledge because the news was on television in North India. വടക്കേ ഇന്ത്യയിലുള്ള ടെലിവിഷൻ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ ഇത് വാർത്തയായി വന്നതാണ്. അതുകൊണ്ട് ഇത് രഹസ്യമായ കാര്യമല്ല. Just several weeks before that, we had our regular Sunday service. ഈ സംഭവത്തിന് ചില ആഴ്ചകൾക്ക് മുൻപേ നമുക്ക് സാധാരണയായിട്ട് യൂണിവേഴ്സിറ്റി ഉള്ളതായിരിക്കുന്ന ഞായറാഴ്ച രാവിലത്തെ ആരാധനാ യോഗം നടക്കുകയായിരുന്നു. One man stood up.
ഒരു വ്യക്തി ആ മീറ്റിംഗിനിടയിൽ എഴുന്നേറ്റ് നിന്നു. with his beautiful wife next to him. തന്റെ സുന്ദരിയായിരിക്കുന്ന ഭാര്യയും തന്റെ അടുത്ത് എഴുന്നേറ്റ് നിന്നു. She was coy with a 10-day baby in her hands. കേവലം 10 ദിവസം പ്രായമുള്ളതായിരിക്കുന്ന ഒരു കുഞ്ഞിനെ തന്റെ കൈകളിൽ വഹിച്ചുകൊണ്ട് ഈ മനുഷ്യന്റെ ഭാര്യയും അടുക്കൽ നിന്നിരുന്നു. That man began his testimony. ആ വ്യക്തി തന്റെ സാക്ഷ്യം പറയാൻ തുടങ്ങി. 5 years ago I was mad. 5 വർഷം മുൻപ് ഞാൻ ചിത്തഭ്രമം ബാധിച്ച മനോരോഗിയായ ഒരു വ്യക്തിയായിരുന്നു. He used the Hindi word pagal. I was pagal 5 years ago. ഹിന്ദിയിൽ പാഗൽ എന്നുള്ള അർത്ഥം ഞാൻ 5 വർഷം മുൻപ് ഭ്രാന്തനായിരുന്നു എന്നവൻ All പറഞ്ഞു. of us who were sitting there, we were shocked. അവിടെ കൂടിയിരുന്ന ഞങ്ങളെല്ലാം ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയി. So the moderator explained. അതുകൊണ്ട് ഈ യോഗം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തി പറഞ്ഞ സാക്ഷ്യവാചകത്തെ വിശദീകരിച്ചു. Oh, he's not lying. He's telling you the truth. അദ്ദേഹം സദസ്സിന് ഒന്നുകൂടെ ഉറപ്പ് കൊടുത്തു, ഈ സഹോദരൻ ഭോഷ്ക് പറയുകയല്ല, അവൻ പറയുന്നത് സത്യമാണ്. I've been to his village. I've been to his home. ഞാൻ ഈ മനുഷ്യന്റെ ഗ്രാമത്തിൽ അവന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളതാണ്. ഈ സാക്ഷ്യം സത്യമാണ്. 5 years ago, young people used to take stones and bricks and chase him, calling him pagal, pagal. 5 വർഷം മുൻപ് അവന്റെ ഗ്രാമത്തിലെ കുട്ടികൾ പോലും അവൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് അവന് നേരെ കല്ലെടുത്തെറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. He would run and climb up a high tension pole with wires. അങ്ങനെ മനോരോഗിയായിരുന്ന ഈ ചെറുപ്പക്കാരൻ അന്ന് ഈ വളരെ വൈദ്യുതി പ്രവഹിക്കുന്ന വലിയ ഹൈ ടെൻഷൻ ടവറിന്റെ മുകളിൽ തന്നെ കയറുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. And then he will swing with bare hands on those high tension wires. ഹൈ ടെൻഷൻ വയറില് 2 കൈകളും പിടിച്ചുകൊണ്ട് ഊഞ്ഞാലാടുന്നത് പോലെ ഈ വ്യക്തി ഓരോ ക്രിയകൾ കാണിക്കുമായിരുന്നു. So as we began to realize that he is telling us the truth, ഈ വ്യക്തിയുടെ സാക്ഷ്യം സത്യമാണെന്നുള്ള കാര്യം ഞങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ the young man took over the narration. ഈ ചെറുപ്പക്കാരനെ വീണ്ടും തന്റെ സാക്ഷ്യം തുടർന്നു. He said, I wasn't simply hanging on those wires. ഞാൻ ആ ഹൈ ടെൻഷൻ ഇലക്ട്രിക് വൈദ്യുത ലൈനില് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഊഞ്ഞാലാടുക മാത്രമായിരുന്നില്ല. I used to bite them with my teeth and cut them. ഞാൻ എൻ്റെ പല്ലുകൊണ്ട് ഈ അലൂമിനിയം കമ്പികള് കടിച്ച് കുറെ സമയം എടുത്താണെങ്കിലും അത് മുറിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. And then I would swing on those wires and dive into the village pond. അങ്ങനെ ഈ കമ്പിയിൽ നിന്നും തൂങ്ങി ഊഞ്ഞാലാടിയിട്ട് ഗ്രാമത്തിലുള്ളതായിരിക്കുന്ന കുളത്തിലേക്ക് ഞാൻ ഡൈവ് ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. But I have come here today എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ വന്നത് to thank Jesus, യേശുവിനെ നന്ദി പറയാനാണ്. because he has healed me. അവൻ എൻ്റെ രോഗം സൗഖ്യമാക്കി. He's removed all the demons. എന്നിലുള്ളതായിരിക്കുന്ന അശുദ്ധാത്മാക്കളെ കർത്താവ് പുറത്താക്കി. He's given me this wife and now he's given me this 10-day-old child. അവന് ഈ നല്ല പെൺകുട്ടി എനിക്ക് ഭാര്യയായി തന്നു. ഈ നല്ല കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. So I've come to glorify Jesus. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി യേശുവിനെ മഹത്വപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. Well, another woman testified. മറ്റൊരു സ്ത്രീ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, that I had terrible pain in my stomach. എൻ്റെ വയറ്റില് കഠിനമായ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. The doctor said I need a surgery. ഒരു ശസ്ത്രക്രിയ എനിക്ക് കൂടിയേ തീരുവെന്നാണ് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത്. My husband didn't have the money to take me for surgery. അങ്ങനെ ഒരു ശസ്ത്രക്രിയക്കായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചെലവുള്ള കാര്യമായതിനാൽ എൻ്റെ ഭർത്താവിന് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. So I continued to endure pain. അതുകൊണ്ട് ഞാൻ വേദന സഹിച്ചുകൊണ്ട് തന്നെ ഇരുന്നു, hoping that it will go away. കുറെ കഴിയുമ്പോൾ ഈ വേദന മാറുമെന്നുള്ള ആശയിൽ നിസ്സഹായനായി ഞാൻ തുടർന്നു. എന്നാൽ എൻ്റെ വേദന വർദ്ധിക്കുകയാണ് ചെയ്തത്. So I heard from neighbors that Jesus heals. എൻ്റെ അയൽക്കാരിൽ ചിലരിൽ നിന്ന് എനിക്ക് കേൾക്കാനിടയായി ഈ സഹോദരി പറയുകയാണ് യേശു സൗഖ്യമാക്കുന്നു എന്നുള്ള വാർത്ത. So I said to my husband, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, please let me go to Jesus. യേശുവിന്റെ അടുക്കലേക്ക് ഞാൻ പോകട്ടെ, because he heals for free. അവൻ സൗജന്യമായി സൗഖ്യമാക്കുന്നവനാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. My husband beat me up. ഞാനിത് പറഞ്ഞതും ഭർത്താവ് എന്നെ അടിക്കുന്നത് ഒരുമിച്ചായിരുന്നു. Never talk to me about Jesus. യേശുവിനെ കുറിച്ച് എന്നോട് മിണ്ടിപ്പോകരുത്. because I am a Hindu. ഞാൻ ഒരു ഹിന്ദുവാണ്. and I honor my religion. എൻ്റെ മതത്തെ ഞാൻ മാനിക്കുന്ന വ്യക്തിയാണ്. നീ മേലാൽ യേശുവിന്റെ കാര്യം പറഞ്ഞു പോകരുത്. So the beaten up woman kept quiet. അതുകൊണ്ട് അടി കൊണ്ടിട്ട് ഈ സാധു സ്ത്രീയെ മൗനമായിരുന്നു. മറ്റെന്ത് ചെയ്യാൻ? But her pain became worse. അവളുടെ വേദന പിന്നെയും കഠിനമായിക്കൊണ്ടേയിരുന്നു. Her husband couldn't take her to the doctor. Her parents couldn't pay.
അവളുടെ ഭർത്താവിന് ഡോക്ടറെ അടുക്കൽ അവളെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവളുടെ മാതാപിതാക്കന്മാരും ദരിദ്രരായിരുന്നു, അവർക്കും കയ്യിൽ She പണമില്ലായിരുന്നു. thought I was dying. അവള് വിചാരിച്ചു അവൾ മരണത്തിലേക്ക് നീങ്ങുകയാണ്. So she mustered up the courage and pleaded with her husband again at the end of the week. ആ ആഴ്ചയുടെ ഒടുവിൽ സകല ധൈര്യവും സംഭരിച്ച് അവളുടെ ഭർത്താവിനോട് ഒരു പ്രാവശ്യം കൂടെ അവൾ കെഞ്ചി, You can't treat me. നിങ്ങൾക്ക് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ചികിത്സിപ്പിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ല. Why don't you please let me go to Jesus? അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് സൗഖ്യത്തിനായി പോകുവാൻ എന്നെ ദയവായിട്ട് അനുവദിച്ചുകൂടെ? It won't cost you anything. He heals for free. അവൻ സൗജന്യമായി സൗഖ്യമാക്കുന്നവനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. താങ്കൾക്ക് ഒരു ചിലവുമില്ല ഈ കാര്യത്തിൽ. The husband said to her, ഭർത്താവ് അവളോട് പറഞ്ഞു, I'll let you go on one condition. ഒരു വ്യവസ്ഥയിൽ പോകാൻ ഞാൻ നിന്നെ അനുവദിക്കാം. If you come back uncured, സൗഖ്യമാകാതെ നീ മടങ്ങി വന്നാൽ I will never take you to the doctor even if you die. നീ മരിച്ചാലും നിന്നെ ഞാൻ ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോവുകയില്ല. The woman accepted the condition. വേദന കഠിനമായിരുന്ന ആ സ്ത്രീയെ ഭർത്താവ് പറഞ്ഞ വ്യവസ്ഥ She അംഗീകരിച്ചു. came to our university on a Sunday morning. ഞാൻ ജോലി ചെയ്യുന്നതായിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരു ഞായറാഴ്ച പ്രഭാതത്തിൽ ഈ സ്ത്രീയെ കഠിന വേദനയുമായി There വന്നു. were 10,000-15,000 people in football field. ഒരു വലിയ ഫുട്ബോൾ മൈതാനത്ത് ഏതാണ്ട് 10,000-15,000 ആളുകൾ അന്ന് രാവിലെ കൂടി വന്നിട്ടുണ്ട്. She couldn't even see the preacher. ആ ദൈവവചനം സംസാരിക്കുന്ന വ്യക്തിയെ വളരെ ദൂരെ ആയിരുന്നതിനാൽ അവൾക്ക് വ്യക്തമായി കാണുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. She stood at the back holding her stomach. വേദന സഹിക്കാൻ വയ്യാതെ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഏറ്റവും പുറകിൽ നിൽക്കുകയാണ് ഈ സാധു സ്ത്രീ. And crying. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു, Lord Jesus, I cannot go back home with this pain. കർത്താവായ യേശുവേ, ഈ വേദന മാറാതെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയില്ല. She went back healed, rejoicing. അവളുടെ വിശ്വാസത്തെയും ആവശ്യത്തെയും മാനിച്ച സ്വർഗത്തിലെ ദൈവം അവളെ സൗഖ്യമാക്കി. അവൾ സന്തുഷ്ടയായി അവളുടെ ഭവനത്തിലേക്ക് പോയി. And her husband was a militant Hindu. അവളുടെ ഭർത്താവ് തീവ്രവാദിയായിരിക്കുന്ന ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. He couldn't stop her from testifying to who is Jesus. യേശു ആരാണെന്നുള്ളതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നില്ലെന്ന് അവളെ വിലക്കുവാൻ അവളുടെ ഭർത്താവിനും കഴിഞ്ഞില്ല. Other people started coming. അവളുടെ വിവരം അറിഞ്ഞ മറ്റുള്ളവര് യേശുവിനെ ആരാധിക്കാൻ They go back testifying after being baptized. അവര് സ്നാനപ്പെട്ടതിന് ശേഷം യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി അവരുടെ സാക്ഷ്യം പറഞ്ഞു. Jesus is true. യേശു സത്യമാണ്. Jesus heals. യേശു സൗഖ്യമാക്കുന്നവനാണ്. He is the savior. അവൻ രക്ഷകനാണ്. He is compassionate God. അവൻ മനസ്സലിവുള്ള ദൈവമാണ്. ഇതായിരുന്നു സാക്ഷ്യം. Now here is this force of testimony which is spreading throughout India. ഇന്ത്യയിൽ അനേക ഇടങ്ങളിൽ ഈ സാക്ഷ്യം ശക്തിയോടെ പരന്നുകൊണ്ടിരിക്കുകയാണ്. But it creates political problem. അങ്ങനെയുള്ള സാക്ഷ്യം തരംഗങ്ങൾ പോലെ വ്യാപിക്കുമ്പോൾ രാഷ്ട്രീയമായിരിക്കുന്ന പ്രത്യാഘാതങ്ങളും പ്രതീക്ഷിക്കണം. Rajiv Malhotra is a Hindu intellectual who is a multimillionaire businessman in America. അമേരിക്കയിലുള്ളതായിരിക്കുന്ന വളരെ ധനാഢ്യനായിരിക്കുന്ന ഒരു തീവ്രവാദി ഹിന്ദു വിശ്വാസിയാണ് രാജീവ് മൽഹോത്ര. He's written a book called Breaking India. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് ബ്രേക്കിംഗ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയെ തകർക്കുക, പിളർക്കുക. His co-author is Arvindam Neelakandan. അരവിന്ദൻ നീലകണ്ഠൻ എന്ന പേരുള്ള ആളിനോട് ചേർന്നാണ് രാജീവ് മൽഹോത്ര ഈ ഗ്രന്ഥരചന നടത്തിയിരിക്കുന്നത്. Arvindan lives in somewhere in comes from Kanyakumari district. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഉള്ള വ്യക്തിയാണ് അരവിന്ദൻ നീലകണ്ഠൻ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു രചയിതാവ്. And he knows, or at least he says, that in that Kanyakumari district almost 40% people have become Christians. ഈ അരവിന്ദൻ നീലകണ്ഠൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ 40% വ്യക്തികൾ ക്രിസ്ത്യാനികളാണെന്ന്. This is a political problem. ഇത് രാഷ്ട്രീയമായിരിക്കുന്ന ഒരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നതെന്നുള്ള വാക്കുകൾ അദ്ദേഹം പറയുന്നു. If this continues, ഈ തരത്തിലുള്ളതായിരിക്കുന്ന ആളുകൾ ക്രിസ്തീയ മാർഗത്തിലേക്ക് തിരിയുന്നത് തുടർന്നാൽ soon Christians will be majority. അങ്ങനെയാണെങ്കിൽ കന്യാകുമാരി ജില്ലയിൽ ക്രൈസ്തവർ ഭൂരിപക്ഷമാകും. And Hindus, the majority, will not have political power. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷമായിരിക്കുന്ന ഹൈന്ദവ സ്നേഹിതന്മാർക്ക് രാഷ്ട്രീയ ശക്തി നഷ്ടപ്പെടും. So this evangelism is a political threat.
അതുകൊണ്ട് ഈ സുവിശേഷീകരണത്തിന്റെ ഈ പ്രവൃത്തി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഭീഷണിയായിട്ട് അവർ കരുതുന്നു. We have to use the power of the government to eliminate this threat. രാഷ്ട്രീയമായിരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഈ ഭീഷണിയെ നേരിട്ടേ മതിയാകൂ എന്നാണ് ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത്. Now in this book Breaking India, he devotes 4-5 pages condemning me. ഈ ബ്രേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രണ്ടുപേർ ചേർന്നെഴുതിയ പുസ്തകത്തിൽ ഒരു 4-5 പേജ് എന്നെ വിമർശിക്കുവാൻ വേണ്ടിയും അവർ നീക്കി വെച്ചിട്ടുണ്ട്. He spends 4 or 6 pages condemning Ravi Zacharias and Evangelical Fellowship of India and KP Yohanan and many other people. മറ്റു ചില പേജുകൾ രവി സക്കറിയാനെ കുറിച്ചും ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയെ കുറിച്ചും KP യോഹനാനെ കുറിച്ചും ഒക്കെ വിമർശന രൂപത്തിൽ വിധി പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. So just as Jesus was perceived as a political threat, യേശു ആ കാലഘട്ടത്തിൽ ഭരണാധികാരികൾക്ക് ഒരു ഭീഷണിയായിട്ട് അവർക്ക് തോന്നിയതുപോലെ Jesus is being perceived as a political threat. ഇന്ന് യേശുവിനെ അനുഗമിക്കുന്നവർ ക്രിസ്ത്യാനികൾ ഒരു രാഷ്ട്രീയമായിരിക്കുന്ന ഭീഷണിയായിട്ട് ഭരണാധികാരികൾ കരുതുന്നു. So Pilate is asking Jesus, അതുകൊണ്ട് പീലാത്തോസ് നാം വായിച്ച ഭാഗത്ത് ശ്രദ്ധിച്ചതുപോലെ യേശുവിനോട് ചോദിക്കുകയാണ്, so you are a king? നീ ഒരു രാജാവ് തന്നെയാണോ? Jesus says, you say so. യേശു പറയുന്നത്, നീ തന്നെ അത് For പറഞ്ഞു. this reason I was born. ഈ കാര്യത്തിനു വേണ്ടിയാണ് ഞാൻ ഭൂമിയിൽ പൂജാതനായത്. For this purpose I came. ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഞാൻ ഈ To ഭൂമിയിലേക്ക് bear വന്നത്. witness to the truth. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായിട്ടാണ് ഞാൻ Whoever is on the വന്നത്. side of truth listens to me. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുവാൻ ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവരെന്റെ വാക്കുകൾക്ക് Those who are not ചെവിചായിക്കും. on the side of truth listen to the father of lies. എന്നാൽ സത്യത്തിന്റെ പക്ഷത്ത് നിൽപ്പാൻ മനസ്സില്ലാത്ത ആരൊക്കെ ഉണ്ടോ അവർ ഭോഷ്കിന്റെ പിതാവായിരിക്കുന്ന പിശാചിന്റെ പക്ഷത്തെ നിൽക്കുമെന്നുള്ളതും സത്യമാണ്. There are indeed 2 kingdoms, and we talked a little bit about it this morning. ഇന്ന് രാവിലെ ഉള്ള ഒരു ചെറിയ മീറ്റിംഗിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഭൂമിയിൽ ഇന്ന് 2 രാജ്യങ്ങൾ വ്യക്തമായിട്ടുമുണ്ട്. There is a kingdom that Satan shows to Jesus. യേശുവിനെ പിശാച് പരീക്ഷിച്ചതായ സമയത്ത് ഒരു രാജ്യം അതിന്റെ മഹത്വം പിശാച് അവനെ കാണിക്കുന്നുണ്ട്. And Satan says that these are my kingdoms, their glory, their splendor, their authority is mine. I'll give them to you if you bow before me. ഉയർന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവനെ ആത്മാവിൽ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളെയും അതിന്റെ സകല മഹത്വത്തെയും പിശാച് കാണിച്ചു എന്നാണ് നാം വായിക്കുന്നത്. You want the kingdom? യേശുവിനോട് പിശാച് ചോദിക്കുകയാണ്, നിനക്ക് ഈ രാജ്യങ്ങൾ ഇതിന്റെ മഹത്വം നിനക്ക് വേണോ? ഞാനത് നിനക്ക് തരാം. You compromise with me, you bow before evil. നീ എന്റെ മുൻപാകെ വീണ് നമസ്കരിക്കുക, നമുക്ക് തമ്മിൽ സഖ്യമുണ്ടാക്കാം, രാജ്യങ്ങൾ അതിന്റെ മഹത്വം നിന്റേതാകും. You can't become an MLA or MP or minister or chief minister or prime minister unless you compromise with evil. തിന്മയുടെ അധിപതിയുമായിട്ട് രഹസ്യമായിട്ടെങ്കിലും ഒരു സന്ധി ഉണ്ടാക്കാതെ, ഒരു കരാർ ഉണ്ടാക്കാതെ നിനക്ക് രാഷ്ട്രീയമായ ഒരു അധികാരത്തിലേക്കും വരുവാൻ കഴിയുകയില്ല. This is what Satan is saying. പിശാച് ഇന്ന് നമ്മോടും പറയുന്നത് അത് തന്നെയാണ്. Jesus says, I do want the kingdom, I have come for the kingdom. യേശു അവനോട് പറഞ്ഞ മറുപടി നമുക്കറിയാം. ആ നിലയിൽ ഈ ഭൂമിയിലെ രാജ്യങ്ങൾ എനിക്ക് നീ നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ But രാജാവാണ്. I'm not looking for a kingdom for myself. എനിക്ക് വേണ്ടിയുള്ള ഒരു രാജ്യമല്ല, എനിക്ക് അധികാരം കൈയാളാനുള്ള ഒരു രാജ്യമല്ല ഞാൻ അന്വേഷിക്കുന്നത്. I'm seeking to take your kingdom, give it to the victims of your kingdom, the poor, the crushed. സാത്താനോട് യേശു പറഞ്ഞ വാക്കുകളുടെ അർത്ഥം നമുക്ക് ഇങ്ങനെ പറയാം: നിന്റെ പക്കൽ നിന്നും നീ നൽകുന്നതല്ലെങ്കിലും നിന്റെ രാജ്യം പിടിച്ചെടുത്ത് നിന്റെ കൈയുടെ കീഴിൽ ക്രൂരത അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് ഒരു രാജ്യം കൊടുക്കാനാണ് ഞാൻ വന്നത്. Satan wants to impress Jesus with the glory, the splendor, the economic and political and military power of the kingdoms. ഈ ഭൂമിയിലെ രാജ്യങ്ങളുടെ രാഷ്ട്രീയവും മതപരമായിട്ടുള്ള സാമ്പത്തികമായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള മഹത്വം യേശുവിനെ അവൻ കാണിക്കുകയാണ്. But Jesus looks at the victims of the kingdom of Satan. എന്നാൽ പിശാചിന്റെ രാജ്യത്തിന്റെ കീഴില് കഷ്ടത അനുഭവിക്കുന്ന അവന്റെ അടിമകളായിരിക്കുന്നവരെയാണ് യേശു സഹാനുഭൂതിയോടെ നോക്കുന്നത്. In Matthew 9 we read, when he sees the crowds, he has compassion on them. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിലും നാം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, പുരുഷാരത്തെ കണ്ടപ്പോൾ കർത്താവിന്റെ മനസ്സലിഞ്ഞു. Because they are sheep, harassed and helpless. അവര് ആടുകളെ പോലെ
ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിച്ചിതറി അവരെ കണ്ടാണ് യേശു They are മനസ്സലിഞ്ഞത്. sheep without a shepherd. ഇടയനില്ലാത്ത ആടുകളായിട്ട് ജനതയെ യേശു കണ്ടു. What do you mean? എന്താണ് നീ അർത്ഥമാക്കുന്നത്? Am I not their MP or their MLA or their minister? ഇന്നത്തെ അധികാരത്തിലിരിക്കുന്നവര് നാം പറഞ്ഞാൽ നമ്മോടും അങ്ങനെ ചോദിക്കും, നീ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ അവരുടെ ജനപ്രതിനിധിയല്ലേ, എൻ്റെ കയ്യിൽ അധികാരമില്ലേ? Don't they have Caesar and Pilate and Herod and chief priests? പീലാത്തോസും ഹെരോദാവും കൈസറും മഹാപുരോഹിതന്മാരും ഒക്കെ ഇല്ലേ ജനത്തിന്? Jesus is saying that their shepherds have become wolves, so I'm going to have to create new shepherds. യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, അതെ, അവർക്ക് ഇടയന്മാരെന്ന പേരുള്ളവരുണ്ട്, പക്ഷെ അവരെല്ലാം ചെന്നായ്ക്കളുടെ കുഞ്ഞാടിന്റെ വേഷം ധരിച്ച ചെന്നായ്ക്കളാണ്. ഞാൻ അവർക്ക് എന്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാരെ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. In chapter 11 of Matthew, Jesus is looking at those crowds. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈ തരത്തിലുള്ളതായിരിക്കുന്ന പുരുഷാരത്തെ കർത്താവ് നോക്കിക്കൊണ്ട് പറയുകയാണ്, The people that I talked about, that man and that woman. ഞാന് ആ യൂണിവേഴ്സിറ്റിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ രണ്ടുപേരെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെയുള്ള ജനത്തെ യേശു നോക്കുകയാണ്. Jesus says, Come unto me, all ye that are weary, heavy laden, burdened, and I will give you rest. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശു വിളിച്ചു പറഞ്ഞ അതേ വാക്കുകൾ ഇന്നും ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിച്ചെറിയവരോട് യേശു പറയുകയാണ്, എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. In this kingdom, even your husband doesn't care for you, but come to me. എന്നാൽ എൻ്റെ രാജ്യത്തിലേക്ക് ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നിനക്ക് ആശ്വാസം, സ്വസ്ഥത നൽകുവാൻ മാത്രമല്ല, നിന്റെ ഭർത്താവിന് പോലും നിന്നെക്കുറിച്ച് കരുതലില്ലാതിരിക്കെ നിന്നെ കരുതുന്ന ഒരുവൻ ഇവിടെയുണ്ട്. So Jesus is not impressed by the kingdom of Satan. പിശാചിന്റെ രാജ്യത്തിന്റെ മഹത്വം, അതിന്റെ പെരുമ കൊണ്ട് യേശു അല്പം പോലും ആകൃഷ്ടനാകുന്നില്ല. He looks at the victims of the kingdom of Satan. ഈ പിശാചിന്റെ അടിമനുഖത്തിന്റെ കീഴിൽ യാതന അനുഭവിക്കുന്നവരെ നോക്കി മനസ്സലിയുന്ന യേശുവിനെയാണ് നാം And he offers them the kingdom of God. ദൈവരാജ്യം അവരുടെ മുൻപാകെ അതിന്റെ വാതിലുകൾ തുറന്നിടുവാനാണ് യേശു ഭൂമിയിൽ തന്റെ ശുശ്രൂഷയിൽ ചെയ്തത്. Is this a conflict? ഇവിടെ ഒരു സംഘർഷമുണ്ടോ? It is a conflict. അത് നിശ്ചയമായിട്ടും ഒരു It's a സംഘർഷ അന്തരീക്ഷം conflict of two kingdoms. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന ഒരു പോരാട്ടം ഇവിടെ നാം കാണും. യേശു ക്രൂശിക്കപ്പെട്ടാലും, and if you want God's kingdom, you have to take up your cross. അവൻ ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുന്നില്ല. അവന്റെ രാജ്യം നിങ്ങൾക്ക് വേണമെന്ന് വരികിൽ നിങ്ങൾക്കുള്ള ക്രൂശ് എടുത്തേ മതിയാകും. If you take up your cross, you will transform this nation. നാം ഓരോരുത്തരും നമ്മുടെ കുരിശെടുക്കുവാൻ നാം മനസ്സ് വെക്കുകയാണെങ്കിൽ നാം അധിവസിക്കുന്ന ഈ രാജ്യത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അതിന് ശക്തിയുണ്ട്. Now what is these two kingdoms of Satan and God are all about? പിശാചിന്റെയും ദൈവത്തിന്റെയും തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾ എന്താണ് വിളിച്ചറിയിക്കുന്നത്? The kingdom of Satan is kingdom based on deception. പിശാചിന്റെ ഈ രാജ്യം, ഈ ലോകത്തിന്റെ ഈ മഹത്വമുള്ള രാജ്യം വഞ്ചനയിൽ അധിഷ്ഠിതമാണ്. Kingdom of God is kingdom of truth. എന്നാൽ ദൈവരാജ്യം മറിച്ച് സത്യത്തിൽ അധിഷ്ഠിതമാണ്. Jesus doesn't say here that I came so that I might shed my blood for the forgiveness of sinners. നാം വായിച്ച ഭാഗത്ത് പീലാത്തോസിന്റെ മുൻപാകെ യേശു പറയുന്നത്, പാപികൾക്ക് വേണ്ടി രക്തം ചൊരിയാനാണ് ഞാൻ വന്നത് എന്നല്ല. അത് സത്യമാണെങ്കിലും Jesus says I came to bear witness to the truth. പീലാത്തോസിന്റെ മുൻപാകെ ന്യായവിസ്താരത്തിൽ യേശു പറയുന്നത്, സത്യത്തിന് സാക്ഷി നിൽക്കുവാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. Because there is a kingdom of darkness and there is a kingdom of light. അതിന്റെ കാരണം അന്ധകാരത്തിന്റെ ഒരു ലോകമുണ്ട്, അതിനൊരു അധിപതിയുണ്ട്. അതുപോലെ തന്നെ വെളിച്ചത്തിന്റെ ഒരു രാജ്യമുണ്ട്, അതിന്റെ അധിപൻ ദൈവമാണ്. This kingdom of darkness is kingdom of deception, lies, falsehood. ഈ അന്ധകാരത്തിന്റെ ഈ രാജ്യം ചതിവില് അധിഷ്ഠിതമാണ്, അവിടെ വ്യാജമാണ്, അവിടെ കൊടികുത്തി വാഴുന്നത്. In Revelation 20, in the passage about millennium, സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഭാഗത്ത് twice we read that Satan is out to deceive the nations. അവിടെ രണ്ട് പ്രാവശ്യം അതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ലോകത്തിലെ ജനതകളെ, രാഷ്ട്രങ്ങളെ വഞ്ചിക്കുവാനായിട്ട് സാത്താൻ പുറപ്പെടുന്നതിനെ കുറിച്ച്. Satan deceives Eve and that's how sin enters the world. നമുക്കറിയാം, തുടക്കത്തിൽ ഹൗവയെ പിശാച് വഞ്ചിച്ചു, അങ്ങനെയാണ് പാപം ഈ ലോകത്തിൽ കടന്നത്. Kingdom of Satan begins in our minds. ഈ
പിശാചിന്റെ രാജ്യം തുടക്കമിടുന്നത് നമ്മുടെ മനസ്സുകളിലാണ്. When we doubt what God has said and believe what Satan is saying. ദൈവം അരുളി ചെയ്ത കാര്യങ്ങളെ നാം സംശയദൃഷ്ടിയോടെ കാണുകയും സാത്താൻ പറഞ്ഞ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ നാം ചതിക്കപ്പെടുന്നു. അവിടെയാണ് പിശാചിന്റെ രാജ്യം Paul തുടങ്ങുന്നത്. says in Romans 1 that thinking became futile. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അവരുടെ മനസ്സ് ഇരുണ്ടുപോയി, അവരുടെ ചിന്ത ഇരുണ്ടുപോയി. They knew God, അവർ ദൈവത്തെ അറിഞ്ഞു, the Creator. സൃഷ്ടാവായിരിക്കുന്ന His ദൈവത്തെ അറിഞ്ഞവരാണ്. invisible power, His wisdom is clearly known, clearly seen in creation. സൃഷ്ടികളിലൂടെ അവന്റെ സർവശക്തി, അവന്റെ ആധിപത്യം, അവന്റെ മഹത്വം ഇതൊക്കെ വെളിവായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. But they didn't worship the Creator, they worshiped the creation. എന്നാൽ അവർ സൃഷ്ടിച്ചവനേക്കാൾ അധികം സൃഷ്ടിയെ ആരാധിച്ച് അതിന്റെ മുൻപാകെ വണങ്ങി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്?